ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇത് തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ തിങ്കളാഴ്ച വെളുപ്പിന് തന്നെ നമ്മൾ കാലിക്കറ്റ് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാപ്പ വരുന്നതുകൊണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും പിന്നെ താത്താനും മോനുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു 4 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാലാവസ്ഥ ഇപ്പം എന്താ പറയുക, ഡിസംബറിലെ തണുപ്പ് പോലെ തന്നെയുണ്ട്. അപ്പോൾ വഴിയിൽ ബ്ലോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 hours ജേണിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. സാധാരണ അങ്ങനെയായിരുന്നു. ഇപ്പം റോഡൊക്കെ നല്ല റോഡായിട്ടുണ്ട്. പിന്നെ ബൈപ്പാസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ അങ്ങനെ ഡിലേയും കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാലും നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുമ്പം കുറച്ചും നേരത്തെ കാലത്ത് ഇറങ്ങുന്നതായിരിക്കില്ല നല്ലത്. അഥവാ ഇൻ കേസ് എന്താ പറയുക, എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, റോഡിൻ്റെ വികസനം കൊണ്ടാവാം, ഡ്രൈവിങ്ങിൻ്റെ പവറും കൊണ്ടാവാം, നമ്മൾ ഒരു 6:30 ആകുമ്പം കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2.5 hour മാത്രമേ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്താൻ എടുത്തിട്ടുള്ളൂ. നമ്മളെ നാട്ടിൽ തന്നെ, അതായത് കണ്ണൂർ തന്നെ എയർപോർട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താ ചെയ്യുക, ഫ്ലൈറ്റൊന്നും ഇറങ്ങാത്തതും ഫ്ലൈറ്റിൻ്റെ ക്ഷാമമൊക്കെ കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല. സൗദിയിലേക്കൊന്നും ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ 2 പേരും എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. വാപ്പി എത്തിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റെയറൊക്കെ കയറിയിട്ട് ഇങ്ങനെ എയർപോർട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആയിരുന്നു എത്തിയത്, അതുകൊണ്ട് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. 6:30 ആയി എത്തുമ്പോൾ. അപ്പോൾ 7:55 ലാൻഡിങ് പറഞ്ഞത്. അപ്പോൾ ഒരു 1.5-1.25 മണിക്കൂറോളം നമുക്കവിടെ ചിലവഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇഫക്കുട്ടി ആദ്യമായിട്ടാണ് എയർപോർട്ട് കാണുന്നത് കേട്ടോ. ഷായി ചെറുതായപ്പോഴാണ് പാപ്പാനെ കൂട്ടാൻ എയർപോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഫക്കുട്ടി ആദ്യമായിട്ടാണ് എയർപോർട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണോ ഇവിടെയാണോ ഇറങ്ങുക, ഫ്ലൈറ്റ് ഉണ്ടാവുമോ, കാര്യങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ട് മുഴുവൻ നമ്മളൊന്ന് നടന്ന് കണ്ടു കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ വാപ്പ വരുന്നുണ്ടോ എന്നൊക്കെ എന്നോടിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിലെയാണോ വാപ്പ വരുമോ, ഇതിലെയാണോ വാപ്പ വരുമോ എന്നിങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വെയിറ്റിങ്ങിൻ്റെ അവിടെ പോയിട്ട് സീറ്റിൽ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവസാനം കാത്തിരുന്ന് വാപ്പ എത്തി. 7:55, 8:30, 7:30 ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പുറത്ത് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 8:30 ആയപ്പോൾ വാപ്പയിങ്ങ് പുറത്തെത്തി കേട്ടോ. വാപ്പാനെ കാണേണ്ട താമസം രണ്ടാളും ഓടിപ്പോയി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ വാപ്പാനെ മിക്ക് ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് നമ്മൾ ചായ ഒന്നും കുടിക്കാതെയായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. റോഡ് ഒന്നും പറയണ്ട കേട്ടോ, അത്രക്ക് അടിപൊളി റോഡാണ്. നമുക്ക് പുറത്തൊക്കെ പോയൊരു ഫീല്. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇതേപോലെ നല്ല ബൈപ്പാസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. സ്കൈയൊക്കെ കാണാൻ അടിപൊളിയില്ലേ. നമ്മൾ ഫുഡ് അവിടുന്ന് വരുന്ന വഴിക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാസ നമ്മളൊരു പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും എയർപോർട്ട് റോഡിൽ നിന്ന് കഴിച്ചു. അതിനെ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ മട്ടന്നൂർ ഇങ്ങെത്തിയപ്പം ചോറ് കഴിച്ചിട്ട് പോകാനായത്. കാരണം വരുമ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല ലേറ്റായി, ഒരു 2 മണിയാകാനായി. അപ്പോൾ നമ്മൾ കരുതി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. ഞാൻ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കാതെയാണ് വന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി, നമ്മൾ രണ്ടാളും ഫിഷ് ബിരിയാണി ആയിരുന്നു പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ സാധാരണ വാപ്പാനെ നമ്മൾ കൂട്ടാൻ പോക്കില്ല. വാപ്പ തനിയെ വരുത്താണ്. കൊച്ചിയിലോ കോഴിക്കോട് അങ്ങനെ ഇറങ്ങിയിട്ട് വാപ്പ ഒറ്റക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടാൻ പോയിട്ട് വരുവാണ് പതിവ്. അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വാപ്പാനെ പിക്ക് ചെയ്യാൻ പോയത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം
ഒരിക്കലും നമ്മൾ കൂട്ടാനും കൊണ്ടാക്കാനോ ഒന്നിനും പോവാറില്ല. കാരണം ഫസ്റ്റ് ടൈം ഷായ്ക്ക് 2 വയസ്സുള്ളവരായിരുന്നു നമ്മൾ ബാപ്പാനെ ഫസ്റ്റ് ടൈം കൂട്ടാൻ പോയത്. പിന്നെ ബാപ്പ കൊച്ചിയിലായിരിക്കും വരുന്നത്, അപ്പോൾ ലോങ് ആയിട്ട് നമ്മളാരും കൂട്ടാൻ പോക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഈഫക്കുട്ടിക്ക് എയർപോർട്ട് കാണാനും സാധിച്ചു, ബാപ്പാക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മളെ ഡാമിലൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. പഴശ്ശി ഡാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിലെ ഡാമാണ് കേട്ടോ. മട്ടന്നൂർ എയർപോർട്ടിലാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ വീട്ടിലെത്തും. അപ്പോൾ കാലിക്കറ്റ് ആയതുകൊണ്ട് ഇത്രയും ഡിലേ വന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ എയർപോർട്ട് ഉണ്ടായിട്ടും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ദുബായിലും അതേപോലെ കുവൈറ്റ്, ഷാർജ അങ്ങോട്ടൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. സൗദിയിലേക്ക് വളരെ റെയറായിട്ടേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ എത്തി. നമ്മൾ നേരെ വീട്ടിൽ പോകാതെ ഒന്ന് ഇത്താത്താൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് പോയത് കേട്ടോ. അവിടെ 2 കുഞ്ഞുമക്കളുണ്ടല്ലോ, നമ്മുടെ ട്വിൻസ്. അപ്പോൾ അവരെ കണ്ടിട്ടൊന്ന് പോകാമെന്ന് കരുതിയിട്ട്, അത് ഇക്കാക്കാൻ്റെ വീടാണ്, വൈറ്റ് ഹൗസ്. വൈറ്റ് വാഷും കാര്യങ്ങളും വൈറ്റ് സിമെൻറ്റിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്താത്താൻ്റെ വീട്ടിലെത്തി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.